ഇന്നിപ്പോൾ ന്യൂസ് വന്നിരിക്കുകയാണ് മലയാള സിനിമ ഒരു സ്ട്രൈക്ക്, അതായത് ജൂൺ 1 മുതൽ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം നിർത്തിവെക്കുകയാണ് എന്നുള്ളത്. ഇത് നമ്മൾ ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമാണ്. കാരണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മലയാള സിനിമ ഒരു പ്രതിസന്ധി നേരിടുകയാണെന്ന്. അപ്പോൾ ഇതൊരു കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം കാര്യങ്ങൾ പറയാനുണ്ട്. അന്നേരം മാക്സിമം അത് ചുരുക്കി പറഞ്ഞ് തീർക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തിലെ നമുക്ക് മെയിനായിട്ട് പറയേണ്ട ഫസ്റ്റ് പോയിൻറ്റ് പ്രീ കോവിഡ് ഒ ടി ടി ആൻഡ് പോസ്റ്റ് കോവിഡ് ഒ ടി ടി ആണ്. അതായത് കോവിഡിന് തൊട്ട് മുമ്പാണ് ഇവിടെ ഒ ടി ടി ബിസിനസ്സും കാര്യങ്ങളുമൊക്കെ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ലൂസിഫർ, അയ്യപ്പനും കോശിയും പോലെയുള്ള സിനിമകളായിരുന്നു ആദ്യ ഒരു ഘട്ടത്തിൽ. അതായത് കെട്ടിയോളാണെൻ്റെ മാലാഹ തുടങ്ങിയ സിനിമകളൊക്കെ ആദ്യ ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ ഒ ടി ടി വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു പോയ സിനിമകളായിരുന്നു. അങ്ങനെ പയ്യെ ഇവിടെ ഒ ടി ടി ബിസിനസ് വർദ്ധിച്ചു, അതിൻ്റെ വാല്യൂസ് കൂടി. അതിന് അനുസരിച്ച് പ്രൊഡ്യൂസേഴ്സ് ബഡ്ജറ്റും കൂട്ടി, ഹീറോസ് എന്താ പറയുക അവരുടെ റെമ്യൂണറേഷൻ കൂട്ടി, ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡക്ഷൻ കൺട്രോളേഴ്സൊക്കെ ആയാലും ഈ സിനിമകളുടെ ക്യാൻവാസും കൂട്ടാൻ തുടങ്ങി. കാരണം ഈ പറഞ്ഞ ഈ ഒ ടി ടി ബിസിനസ് വന്നതോടുകൂടി. എന്നാൽ പോസ്റ്റ് കോവിഡ് ഒ ടി ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു മേ ബി ഒരു ഫ്രം 2023 വേണം നമുക്കൊന്ന് പരിഗണിക്കാം. ഒരു 2023 തൊട്ട് ഈ ഒരു ഒ ടി ടി ബിസിനസ് പയ്യെ കുറഞ്ഞു തുടങ്ങി. അതായത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുകകളൊക്കെ കുറഞ്ഞു തുടങ്ങി. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കണ്ണൂർ സ്ക്വാഡ്, ടർബോ എന്നൊക്കെ പറഞ്ഞ സിനിമകൾ ഏകദേശം ഒരേ രീതിയിൽ ഉള്ള ബഡ്ജറ്റ് തീർന്ന്, എന്നാൽ ഏകദേശം ഒരു സിമിലർ കളക്ഷൻ വന്ന സിനിമകളാണ്. എന്നാൽ കണ്ണൂർ സ്ക്വാഡിന് കിട്ടിയ ബിസിനസ് ടർബോയ്ക്ക് കിട്ടിയില്ല. കാരണം അന്ന് കണ്ണൂർ സ്ക്വാഡിന് വന്നൊരു ബിസിനസ്സൊക്കെ ബേസ് ചെയ്താണ് ടർബോയുടെ ബഡ്ജറ്റും കാര്യങ്ങളുമൊക്കെ അന്ന് പ്ലാൻ ചെയ്തു പോയത്. പക്ഷേ ആ കണ്ണൂർ സ്ക്വാഡ് ചെയ്ത ബിസിനസ് ടർബോ ചെയ്തില്ല. അത് മമ്മൂട്ടിയുടെ സ്റ്റാർഡ് പിടിഞ്ഞത് കൊണ്ടോ അങ്ങനെയൊന്നും അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അതിന് മുന്നുള്ള സിനിമകളെല്ലാം തന്നെ ഒ ടി ടിയിൽ നല്ല വ്യൂസ് വന്നതാണ്. ഈവൻ CBI 5 1 പോലും. പക്ഷേ ടർബോയ്ക്ക് ആ ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് ഈ ഒരു എന്താ പറയുക ആ ഒരു ഡിക്ലൈൻ വന്നു, ആ ഒരു ബിസിനസ് വാല്യൂവിനുള്ള ഡിക്ലൈൻ. അതിപ്പോൾ നമ്മൾ തമിഴിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ അജിത്ത്, വിജയ്, രജനി ഇവരുടെയൊക്കെ സിനിമകൾ പ്രീ റിലീസ് ബിസിനസ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ സൂര്യയുടെ കങ്കുവ അങ്ങനെയൊക്കെയുള്ള സിനിമകൾ. തെലുങ്കിൽ പോയ ഈ ആരുടെ ആയിക്കോട്ടെ, ബാലയ്യ, അതുപോലെ ആരുടെ ആയിക്കോട്ടെ, അങ്ങനത്തെ ചെറിയ ഇപ്പോൾ ബാലയല്ല അല്ലാതെയൊക്കെയുള്ള ചെറിയ ആക്ടേഴ്സിൻ്റെ പോലും ചില പടങ്ങളൊക്കെ അവിടെ നേരത്തെ തന്നെ ക്ലോസ് ചെയ്യും. പക്ഷേ നമുക്കിവിടെ ഇപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒറ്റ ആക്ടറുള്ള ദുൽഖർ സൽമാൻ. ബാക്കി എല്ലാവരുടെയും പടങ്ങൾ പോസ്റ്റ് റിലീസാണ്. മേ ബി എമ്പുരാനും മമ്മൂട്ടി, മഹേഷ് നാരായണൻ, മോഹൻലാൽ ആ ഒരു സിനിമയും ആയിരിക്കാം ഒരു എക്സെപ്ഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ് വാല്യൂ കുറഞ്ഞപ്പോൾ എന്ത് പറ്റി? ബഡ്ജറ്റ് അങ്ങനെ തന്നെ കൂടി നിന്നു. പക്ഷേ ഈ ആക്ടേഴ്സ് ആരും തന്നെ റെമ്യൂണറേഷൻ കുറയ്ക്കുകയൊന്നും ചെയ്തില്ല. മാത്രമല്ല ഈ സമയത്ത് പോലും ഒരു ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 1.5, 2, 2.5 കൂട്ടുകയാണ് അവർ റെമ്യൂണറേഷൻ. എന്നിട്ട് നെക്സ്റ്റ് പടം ഫ്ലോപ്പ് ആകുമ്പോൾ ഇത് കുറയ്ക്കുന്നുമില്ല. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അതായത് ഇന്ന് ശ്രീ ജി സുരേഷ് കുമാർ ഉന്നയിച്ചത് തീർത്തും ന്യായമായ കാര്യമാണ്. അതിലൊന്നാണ് ഈ ഒരു ആക്ടേഴ്സിൻ്റെ റെമ്യൂണറേഷൻ. അപ്പോൾ ഇതിനകത്തിൽ ഈ ഒ ടി ടി ആണ് ഇത്രയും പ്രശ്നമായത്. കാരണം ഒ ടി ടി ബിസിനസ് ഓൾ ടൈം ലോ എന്ന് തന്നെ പറയാം, ഓൾ ടൈം ലോ. കാരണം അതുപോലെയൊക്കെയാണ് ബിസിനസ് നടക്കുന്നത്. ഹിറ്റ് പടങ്ങൾ പോലും 8, 9, 10 കോടിക്കൊക്കെയാണ് ബിസിനസ് ക്ലോസ് ആയി പോകുന്നത്. അത് അത്യാവശ്യം ഓടിയ പടങ്ങൾ പോലും. അപ്പോൾ ബാക്കിയുള്ള സിനിമകളുടെയൊക്കെ ഊഹിക്കാമല്ലോ. ഓക്കെ, സ്റ്റാർ വാല്യൂ ഉള്ളവർക്ക് കുറച്ചുകൂടെ കിട്ടിയെന്നിരിക്കും ഡെഫിനറ്റ്ലി. പക്ഷെ എന്നാലും ഇതാണ് ഒരു ആവറേജ്. പിന്നീട് നമുക്കുള്ള രണ്ടാമത്തെ കാര്യമാണ് ടാക്സ്. നമുക്കറിയാം ഇവിടെ ഇപ്പോൾ ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. ആ 100 രൂപയുടെ ടിക്കറ്റാണ് ഗ്രോസ്. അതായത് നമ്മൾ 100 രൂപ കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. അതായത് ഇപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ എക്സ്ട്രാ 20 റുപ്പീസ് ഉണ്ടെന്ന് വെച്ചാൽ അത് കൂട്ടണ്ട. എന്താണോ ടിക്കറ്റ് പ്രൈസ് അതാണ് ഗ്രോസ്. അപ്പോൾ ഗ്രോസിൽ നിന്ന് നെറ്റ് എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതെന്ന് വെച്ചാൽ ടാക്സും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുന്ന ആ എമൗണ്ടാണ് നെറ്റ്. അതായത് ഇപ്പോൾ 100 രൂപയുടെ ഗ്രോസ് ആണെങ്കിൽ ഒരു 77 അല്ലെങ്കിൽ 76, 78 ആ ഒരു റേഞ്ചിലാണ് നെറ്റ് വരുന്നത്. ഓക്കെ, അതായത് ഈ ടാക്സ് കഴിഞ്ഞിട്ട് വരുന്നതാണ് നെറ്റ്. ആ നെറ്റിൽ നിന്നാണ് എന്ത് പോകുന്നത്? പ്രൊഡ്യൂസർ ഷെയറും തിയേറ്ററിക്കൽ ഷെയറും. ഇപ്പോൾ ഫസ്റ്റ് വീക്ക് 60:40 റേഷ്യോ ആണെങ്കിൽ 60 റുപ്പീസ് ഈ 60% നമ്മുടെ പ്രൊഡ്യൂസർക്കും 40% തിയേറ്റേഴ്സിനാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. അതായത് ഈ 77 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ എത്ര രൂപ വരും? ഒരു മേ ബി ഒരു 70 60% എന്ന് പറയുമ്പോൾ 42. ഇപ്പോൾ 77 ആകുമ്പോൾ ഒരു 45, 46 ഒന്ന് കൂട്ടിക്കോ. ആ ഒരു പൈസയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ് നല്ല ഇനീഷ്യൽ കളക്ഷൻ വന്നാലേ അപ്പോൾ കാര്യമുള്ളൂ.
ആ ഇനിഷ്യൽ കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ ഇത് കുറയും. കാരണം സെക്കൻഡ് വീക്ക് ആകുമ്പോൾ ഈ 60:40 റേഷ്യോ 55-45 ആവും. പിന്നെ ഹോൾഡ് ഓവർ ആകുമ്പോൾ 40 പ്രൊഡ്യൂസർ 60 തിയേറ്റേഴ്സ് അങ്ങനെയൊക്കെ പോകും ഓരോ വീക്ക് കഴിയും തോറും. അപ്പോൾ ഇനീഷ്യലുള്ള ആക്ടേഴ്സിന് സീനില്ല, അല്ലെ ഇനീഷ്യലുള്ള ഫിലിംസിന് അത്രയും പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ലോങ് റൺ എന്ന് പറയുമ്പോൾ അത്ര നല്ലൊരു ലോങ് റണ്ണിൽ പോകുമ്പോഴേ പ്രൊഡ്യൂസർക്ക് ആ ഒരു നല്ലൊരു ഷെയർ അദ്ദേഹത്തിൻ്റെ കൈ വരും. അത് നമ്മൾ ബഡ്ജറ്റ് അഗെയിൻസ്റ്റ് നോക്കണം, അപ്പോഴേ അറിയത്തുള്ളൂ എത്രത്തോളം ലാഭമുണ്ട് ഇല്ല എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ഈ ടാക്സ് കൂടിയത് കൊണ്ട് ഈ ഷെയർ എമൗണ്ട് കൈ വരുന്നതും കുറവാണ്. അതൊരു വലിയ പ്രോബ്ലമാണ്. ഇവിടെ GSTക്ക് പുറമെ എൻ്റർടൈൻമെൻറ്റ് ടാക്സും ഉണ്ട്, പിന്നെ സെസ്, അങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഒരു കുറവ് വേണമെന്ന് ഇവർ പറയുന്നത് തീർത്തും ന്യായമായ കാര്യമാണ്. അപ്പോൾ പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇത് ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു പ്രൊഡ്യൂസറുടെ ഇതായിട്ട് പറയുന്നതല്ല, ഇവിടെ സംഭവിച്ചൊരു കാര്യം പറയുകയാണ് OTT ആയിട്ട് ബന്ധപ്പെട്ട്. ഈ OTT വെച്ചിട്ട് ഈ പ്ലാറ്റ്ഫോംസിനെ ആദ്യ കാലങ്ങളിൽ പലരും പറ്റിച്ചു. അതായത് ഇല്ലാത്ത ബഡ്ജറ്റൊക്കെ പറഞ്ഞ് വലിയ ബിസിനസ്സൊക്കെ ഒപ്പിച്ച് OTT ചെന്നപ്പോൾ അവർക്ക് സബ്സ്ക്രൈബറേയും കിട്ടിയില്ല, വാച്ച് അവറും ഇല്ല, ഒന്നുമില്ല. അതിൻ്റെയും കൂടെയൊക്കെ ഒരു അനന്തരഫലമാണ് പിന്നീട് ഇവിടെ വന്ന് ഈ ഒരു ബിസിനസ് ഡിക്ലൈൻ വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ടെലിഗ്രാം. അവർക്ക് തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബറും എല്ലാം വരുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങനെ സബ്സ്ക്രൈബർ കൂടുതൽ, കാരണം നമ്മുടെ ഇവിടെ കൂടുതൽ ആൾക്കാരും ടെലിഗ്രാമിൽ തന്നെയാണ് സിനിമ കാണുന്നത് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതെല്ലാവർക്കും അറിയാം, അത് സത്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സും നമ്മുടെ ഈ ഒരു OTT ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് ജൂൺ 1 തൊട്ട് സ്ട്രൈക്കാണ്. പക്ഷേ ഹോപ്പ്ഫുള്ളി അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ റിസോൾവ് ആകുമെന്ന് കരുതാം. എൻ്റെ ഒരു പേഴ്സണൽ ഇതെന്ന് വെച്ചാൽ ആക്ടേഴ്സ് റെമ്യൂണറേഷൻ കുറച്ചൊക്കെ ഒരു പെർസെൻറ്റേജ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നൊരു ഇതിലേക്ക് മാറുക. ഗവൺമെൻറ് കുറച്ചൊക്കെ ടാക്സിനകത്തിലൊരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. കാരണം ബിസിനസ് അത്രയ്ക്ക് മോശമാണ്, OTT ബിസിനസ് മോശമാണ്. സാറ്റലൈറ്റ് ഓൾറെഡി ഗോൺ കേസെന്ന് തന്നെ പറയാം. വളരെ കുറച്ച് സിനിമകളാണ് അത് ക്ലോസ് ചെയ്യുന്നത് തന്നെ ബിസിനസ്. അത് മാത്രമല്ല ചില വലിയ സിനിമകൾ പോലും ഇപ്പോൾ ഈ തുടരുമെന്ന് പറയുന്ന സിനിമ സത്യം പറഞ്ഞാൽ അതിൻ്റെ OTT ഡീലൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് നെക്സ്റ്റ് ക്വാർട്ടറിലെ ഫണ്ടുള്ളൂ ഏഷ്യാനെറ്റ് ഹോട്ട്സ്റ്റാറിന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ പോലും വന്നു തുടങ്ങി. ഇത് നമ്മൾ പറയുന്നത് ഒരു മോഹൻലാൽ സിനിമയുടെ കാര്യമാണ്, അല്ലാതെ ചില്ലറക്കാരനല്ല. അദ്ദേഹത്തിനെ പോലെ ആളുടെ സിനിമയ്ക്ക് ഈ ഒരു പ്രോബ്ലം വന്നു. കാരണം ആ ഒരു ബിസിനസ് നടന്നാലേ പ്രൊഡ്യൂസർക്ക് പടം തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. അത് ആരുടെയും കുറ്റമല്ല, ആരും കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് ആരുടെ സിനിമയാണെങ്കിലും നാളെ ഇത് എല്ലാവർക്കും വരാം. അപ്പോൾ ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അപ്പം പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം. ഡെഫിനറ്റ്ലി എല്ലാവരും കൂടെ ചേർന്ന് അവരെ സഹായിക്കട്ടെ, നല്ലൊരു റെസൊല്യൂഷൻ കൊണ്ടുവരട്ടെ, ഈ ഒരു സമരമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം മലയാള സിനിമ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല സമയത്താണ്. നമ്മുടെ സിനിമകൾ എല്ലായിടത്തും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുകയും വേണം.